ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ? ഇന്നാണ് നമ്മുടെ മുഖത്തല അമ്പലത്തിലെ ഉത്സവം. ആനയൂട്ട് കാണാൻ വേണ്ടി രാവിലെ തന്നെ ചേട്ടൻ എന്നെ കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ആനയൂട്ടൊക്കെ കാണുന്നത്. അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ ഒരു ഉത്സവത്തിനുള്ള ആള് തന്നെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് ഈ ആനയൂട്ട്. റോഡിലൂടെ ആനകളെ എല്ലാം വരവേറ്റ് കൊണ്ടുവരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹാ, എന്ത് രസമല്ലേ! എന്താ തലയെടുപ്പ്! കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഓരോ ആനകളുടെ മാസ് എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് നിന്നും വിശേഷണങ്ങളും പേരും ഒക്കെ പറയുമ്പോൾ ഓരോ ആനകളും നല്ല തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ആനനീരാട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആനനീരാട്ടൊക്കെ കാണുന്നത്. എല്ലാ ആനകളും ഒരുമിച്ച് കുളിക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അമ്പലത്തിൽ ഇങ്ങനെ നിന്നു. നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ അവസാനത്തെ ഉത്സവം നമ്മുടെ മുഖത്തലയിലാണ്. ഇതോടുകൂടി ഇക്കൊല്ലത്തെ ഉത്സവം എല്ലാം തീരുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ആനനീരാട്ടും ആനയൂട്ടൊക്കെ കാണാൻ. എല്ലാവരും ആനപ്രേമികളാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഉത്സവം പ്രമാണിച്ച് അവർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ ഗർഭിണിയായതുകൊണ്ട് തന്നെ നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ അവർ പിഴിഞ്ഞു തന്നു. അതൊക്കെ കുടിച്ചിട്ട് മാമന്മാരോടും വല്യമ്മച്ചിമാരോടും ഒക്കെ കുശലം പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ കസിൻസിൻ്റെ ഇടയിലെ ഗ്യാങ്ങിലേക്ക് ചെന്നപ്പോൾ തന്നെ തമാശകളും ചിരികളും ഒക്കെയായി. എല്ലാവരും എൻ്റെ കുഞ്ഞാവയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ പയ്യനാണ് ഇപ്പം തന്നെ ഞാൻ കുഞ്ഞാവയെ പുറത്തെടുത്ത് കാണിക്കണമായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് എന്തിനാ വന്നത്? നല്ല ഫുഡൊക്കെ കഴിക്കാനല്ലേ. വെളിയിലാണെങ്കിൽ നല്ല ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഒക്കെ വേവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഗർഭിണിയായതുകൊണ്ട് തന്നെ ഈ ഫുഡടിയുടെ കാര്യത്തിലൊക്കെ പ്രത്യേക മുൻഗണനയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ആസ്വദിച്ച് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറി അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഞങ്ങളെ സ്വന്തം ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. അവിടെയും ഞങ്ങൾക്ക് ഉത്സവത്തിന് ക്ഷണം ഉണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി സദ്യയും ചിക്കൻ കറിയും കടലപ്പായസവും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനും സദ്യ കഴിക്കാനായിട്ട് പോയി. നല്ല കടലപ്പായസവും അച്ചാറും സാമ്പാറും ഒക്കെ കൂട്ടി നല്ല കിടില സദ്യ കഴിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഉത്സവ മൂഡിലേക്ക് പോയാലോ? റോഡിലൂടെ ഉത്സവത്തിന്റെ വരവറിയിച്ച് കണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ബഹളവും പാട്ടും ഒക്കെ വെച്ച് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എല്ലായിടത്തും ഉള്ള ഉത്സവം വൈബാണ് നമ്മൾ കണ്ടത്. എല്ലായിടത്തും മുക്കിനായിട്ട് ചെണ്ടമേളങ്ങളും ആനകളും ഫ്ലോട്ടുകളും ഒക്കെ കെട്ടുകാഴ്ചക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾ ഉത്സവം കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയി. ഒരുപാട് ഫ്ലോട്ടുകളും കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും എന്തായാലും ഉത്സവം ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റി. പിന്നെ DJ പാർട്ടിയിലൊക്കെ പങ്കെടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെണ്ടമേളങ്ങളൊക്കെ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.